നമ്മുടെ സഭയിൽപ്പെടാത്ത ഒരാളുടെ ഒരു കമന്റ് നമ്മുടെ സഭയുടെ ഓശാന ശുശ്രൂഷയെ സംബന്ധിച്ച്, അതിനുശേഷം അദ്ദേഹത്തിനുണ്ടായ ഫീലിംഗ് ആണ് അത് എക്സ്പ്രസ് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, സുറിയാനി സഭയുടെ ഓശാനയും ആശാഴ്ചയും എല്ലാം യുഗങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ആ കർത്താവിന്റെ ത്യാഗത്തിലേക്കുള്ള വലിയൊരു പങ്കാളിത്തമാണ് എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്. ശരീരവും മനസ്സും എല്ലാം ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ആ ശുശ്രൂഷയിൽ അത് ഇന്നത്തെ കാലത്ത് അത് ഏറ്റവും മനോഹരമായിട്ട് അവതരിപ്പിക്കുവാൻ സാധിക്കും. കണ്ണ്, കാത് എല്ലാത്തിനും ആ ഫീലിംഗ് ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആഴ്ച പ്രാർത്ഥനകൾ മുഴുവനും യേശുക്രിസ്തുവിനെ ഫോക്കസ് ചെയ്തുള്ളതായ പ്രാർത്ഥനകളാണ്. ഏറ്റവും മനോഹരമായി ഈ ആഴ്ച നമ്മുടെ ജീവിതത്തിൽ നിർവഹിക്കുവാൻ സാധിക്കട്ടെ. നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ് എങ്കിലും നമ്മൾ രക്ഷയിൽ വളരേണ്ടിയിരിക്കുന്നു. ഒരു അപ്പോസ്തലൻ പറയുന്നു, ക്രിസ്തു എന്ന തലയോളം വളരുക. രക്ഷ ഒരിക്കലും ഫുൾ സ്റ്റോപ്പ് അല്ല, ഒരു മൊമെന്റ് ഓഫ് ടൈം അല്ല, അതൊരു പ്രോസസ്സാണ്, അതൊരു മുന്നേറ്റമാണ്. ഇതാണ് നമ്മുടെ സഭയുടെ കാഴ്ചപ്പാടുകൾ. പൗലോസ് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഭയത്തോടും മുറയിലോടും കൂടി നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിപ്പിൻ. രക്ഷിക്കപ്പെട്ടവരോടാണ് പൗലോസ് അപ്പോസ്തലൻ എഴുതി. ഫിലിപ്പിയ സഭ രക്ഷിക്കപ്പെട്ട സമൂഹമാണ്. അതുകൊണ്ട് രക്ഷ ഒരു യാത്രയുടെ അനുഭവമാണ്. ട്രാവൽ വിത്ത് ട്രൈയൂൺ ഗോഡ് ഇൻ ലവ് ആൻഡ് റിപ്പന്റൻസ്. വിശുദ്ധ കുർബാന അനുഭവം അവസാന ഘട്ടത്തിൽ കർത്താവിന്റെ രണ്ടാം വരവിനെ ഓർമ്മപ്പെടുത്തുന്ന പട്ടക്കാരൻ കിഴക്കുനിന്ന് പടിഞ്ഞാട്ടേക്ക് അപവീചിതമായിട്ട് വരുമ്പോൾ ഉള്ള പ്രാർത്ഥന ഇങ്ങനെയാണ്: ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ വർഗത്തിന്റെ പുനരുദ്ധാനത്തിനും നിത്യമായ നവീകരണത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനായ ദൈവോത്ര. നമ്മുടെ നവീകരണവും പുനരുദ്ധാനമെല്ലാം കർത്താവ് രണ്ടാമത് വരുമ്പോൾ പൂർത്തിയാകും. അതുകൊണ്ടാണ് രക്ഷ അത് വളർച്ചയുടെ അനുഭവമാണ്. ക്രിസ്തു എന്ന തലയോളം വളരുവാൻ ആ അനുഭവം ഉണ്ടായിരിക്കട്ടെ.